കൂട്ടുകാരൻ വന്ന് കാത്തിരിപ്പുണ്ട്. ഇതാ ചക്കച്ചാമ്പറമ്പിൽ നീ എപ്പത്തി? കുറച്ചേരായി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ഉവ്വ. നീ പോയ ജോലി എന്തായി? പോയ ജോലി പോയി. പോയാ? എന്ത് ജോലിയായിരുന്നു? പോണ്ടിച്ചേരി ചന്തയിൽ വളക്കച്ചവടം. വളക്കച്ചവടോ? അപ്പൊ പെമ്പിള്ളേരുടെ കൈക്ക് പിടിക്കാൻ നല്ല ചാൻസ് ആയിരിക്കും അല്ലേ? ചാൻസ് ആയിരുന്നു. അങ്ങനെയാണല്ലോ ജോലി പോയത്. എങ്ങനെ? അവിടുത്തെ ഒരു കൗണ്ടറുടെ സുന്ദരിയായ മകൾ ഒരു ദിവസം വളയിടാൻ വന്നു. ഞാൻ അവളുടെ കൈക്ക് ആസ്വദിച്ചൊന്ന് പിടിച്ചു. ആസ്വദിക്കണമല്ലോ. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. എന്ത് പറഞ്ഞു? പിടിച്ചോ എന്ന് പറഞ്ഞു. എന്നോടല്ല, പോലീസുകാരോട്. പിന്നെ 3 ദിവസം കഴിഞ്ഞ് എന്നെ ലോക്കപ്പിൽ വിട്ടത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കറുത്ത തുപ്പട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ, കറുത്ത തുപ്പട്ടക്കാരിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ഞാൻ എന്താ വരുന്നേ? ഡാ, ഇവന്റെ ഈ ഗുഡ് മോർണിംഗിന് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ? നിന്റെ സൂക്കേടിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ. പിന്നെന്താ? ഇതെന്താ രണ്ടുപേരും കൂടെ? ഹേയ്, ചുമ്മാ. ഈ കണ്ണട എപ്പോ വെച്ചു? കണ്ണട? അയ്യേ, എന്താ ഇത് കണ്ണടയൊക്കെ വെച്ച്? വയസ്സായ പോലെ എടുത്തോ? അതെ, ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യവും പറയണ്ട. വാ, ജംഗ്ഷനിലേക്ക് വാ. കണ്ടോടാ, ഞാൻ എവിടെ ചെന്നാലും പെമ്പിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിയാനാ. നീ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. എന്തിനാ നോക്കാതിരിക്കുന്നത്? നീ നോക്കടായിരുന്ന. ആ പെമ്പിള്ളേര് നമ്മുടെ സൗന്ദര്യത്തിൽ വീണിരിക്കുക. നീ അങ്ങോട്ട് ചെല്ല് ധൈര്യമായിട്ട്. അവിടെ ചെന്നിട്ട് എന്താ ചോദിക്കണ്ടത്? ഐസ്ക്രീം കഴിക്കണമെന്ന് സിനിമയ്ക്ക് പോവാന്ന്. ഐസ്ക്രീം കഴിച്ചിട്ട് സിനിമക്ക് പോവാന്ന് പറ. നീ ഒന്ന് ചുമ്മാ തിരിയടാ. നീ ചുമ്മാരി. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നീ ചെല്ലടായിരുന്ന. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ പതിവ് പോലെ നിന്റെ ഗുഡ് മോർണിംഗ് തുടങ്ങ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് എങ്ങോട്ട് പോകാനാണ് ഈ ബസ് കാത്ത് നിൽക്കുന്നത്? കോളേജിലേക്ക്. അയ്യേ, എന്നും കോളേജിലേക്കല്ലേ പോണത്? ഒരു ദിവസം ഒരു ചേഞ്ച് ഒക്കെ ആവാം. കോളേജിലേക്ക് പോകണ്ട. എന്ത് ചേഞ്ച്? ഐസ്ക്രീം കഴിക്കാൻ പോവാം, സിനിമയ്ക്ക് പോവാം. അരവിന്ദേട്ടനല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? അരവിന്ദേട്ടന് ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങൾ എത്രയോ വട്ടം വീട്ടിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഉമ്മയുടെ ക്ലാസ്സിലെ കൂട്ടുകാരികളാ. അവൻ നമ്മളെ പരിചയപ്പെടുത്തുക. ഒന്ന് വിഷ് ചെയ്യടാ. പോടാ. ഹലോ. ഓട്ടോ. എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാ ചേട്ടാ? എങ്ങോട്ടെങ്കിലും പോടൂ. ഇവരെവിടെ ഈ ഓട്ടോ പിടിച്ചു പോന്നു? ഐസ്ക്രീം വാങ്ങിക്കാൻ പോവായിരിക്കും. ഓട്ടോ. ഓട്ടോ. ആ ഓട്ടോടെ പറയുമോ? എന്താ അവനൊന്നും മിണ്ടാതെ പോയത്? ഫോട്ടോ ഒക്കെ വലിച്ചെറിയുന്നത്? ആ പെമ്പിള്ളേർ ഉമ്മയോട് എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. തോന്നണതല്ല, പറഞ്ഞു. അതിന് നീ പേടിച്ചോടുന്നതിന്? അവൾ നിന്റെ അനുജത്തിയല്ലേ, അമ്മായി ഒന്നല്ലല്ലോ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. ചന്തു, നമുക്ക് പോയിട്ട് പിന്നെ വരാം. ചതിയാ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നീ ഇത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കാര്യമാണ്. കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. മര്യാദക്കകത്ത് എന്ന് എന്തെങ്കിലും പറഞ്ഞ് അവളെ തളച്ചില്ലെങ്കിൽ നീ ഇനി പോണ്ടിച്ചേരി കാണൂല. ഇത് വലിയ ശല്യമല്ലോ. ഇപ്പൊ വലിയ ശല്യമല്ലേ? നിന്റെ സൗന്ദര്യത്തിൽ അവളുമാര് മയങ്ങിന്ന് പറഞ്ഞ് നീ അല്ലേടാ ഉമ്മയുടെ കൂട്ടുകാരെ മുമ്പിലേക്ക് അവനെ തള്ളിവിട്ടത്? പോയി സമാനം ഉണ്ടാക്കാൻ നോക്കണം. എന്നാ പിന്നെ നീയും കൂടെ വാ. എന്തിന്? ഈ വക വൃത്തിയുടെ കാര്യത്തിനൊന്നും എന്നെ കിട്ടില്ല. തനിച്ചങ്ങ് പോയാ മതി. തനിച്ച് പോയാൽ മതി. അങ്ങനെ അപ്പൊ നിന്റെ രാവിലത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേറെ ആളെ നോക്കിക്കോ. രാവിലത്തെ എന്ത് പ്രോബ്ലം? ഞാനിവിടെ പോകുന്ന നല്ലതല്ലേ? ആ, പൈലറ്റ് എസ്കോട്ട് എത്തിയല്ലോ. എവിടെ നമ്മുടെ പൂവാലൻ? വല്ല പെമ്പിള്ളേരുടെയും പിന്നാലെ പോയോ? പൂവാലനോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ SSLCക്ക് പിടിച്ച പൂവാലൻ അബ്ദുൾ റഹ്മാൻ എപ്പോഴും പെമ്പിള്ളേരെ പറയാൻ നടക്കുന്നത്. അവൻ എന്ത് എന്നാ ചോദിച്ചത്? അവൻ പെട്ടെന്ന് പിത്തം പിടിച്ച് ചത്തുപോയില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ്. ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. ഇതിനെ രണ്ടിനെയും പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കാ വല്യച്ഛാ. ഇന്നെന്തായിരുന്നു ആ പെൺകുട്ടികളുമായിട്ട് ബസ് സ്റ്റോപ്പില്? അയ്യേ, ഈ ചന്തു അരവിന്ദനൊന്നും ആ ടൈപ്പല്ല. അപ്പൊ നീയോ? ഞാൻ നേരത്തെ ആ ടൈപ്പല്ലല്ലോ. എന്റെ കൂട്ടുകാരികളോട് എന്ത് വൃത്തിയോടെ ഏട്ടൻ പറഞ്ഞെന്ന് ചോദിക്കു വല്യച്ഛാ. കൂട്ടുകാരികളോ? ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ഉമയുടെ കൂട്ടുകാരികളോ? അവരുമായിട്ട് അധികം ചങ്ങാത്തം വേണ്ട കേട്ടോ. അവരത്രക്ക് നീറ്റല്ല. ഇപ്പൊ അവരായോ നീറ്റ് അല്ലാത്തത്? ആ കുട്ടിയോട് ചെന്ന് അസംബന്ധം പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് എന്താ
മിസ്റ്റർ ക്ലീനാ? മിസ്റ്റർ ക്ലീൻ ഒന്നുമല്ല, പക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനോ ഉമയായിരുന്നെങ്കിൽ അവളുമാരെ അടിച്ചേനെ. അവര് ചെയ്ത പണി എന്താണെന്നറിയോ വല്യച്ഛ? ഇവന്റെ മുഖത്ത് നോക്കി അവരിൽ ഒരുത്തി പറയാ ഐ ലവ് യു. കണ്ടോ ഇവൻ നിന്ന് പരുങ്ങുന്നത് കണ്ടോ? ഇതേപോലെ ആ പെണ്ണിന്റെ മുമ്പിൽ ഇവൻ നിന്ന് പരിങ്ങിയപ്പോ അരവിന്ദൻ ചെന്നവരെ നല്ല ചീത്ത വിളിച്ചു. അതിന്റെ ചുരുക്കാണ് ആ പ്രേമരോഗികൾക്ക്. അതിന്റെ പ്രതികാരമായിട്ടാണ് ഉമയുടെ അടുത്ത് വന്ന് മൊത്തം കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞത്. അരവിന്ദൻ വെറും നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ. ആഹാ, ഇത്രേ ഉള്ളൂ? വല്യമ്മേ, പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയ പിന്നെ ചീത്ത വിളിക്കല്ലാണ്ട് എന്താ ചെയ്യാ? ദേ എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല. വല്യച്ഛ, എന്നാൽ അവരെന്റെ കൂട്ടുകാരികളല്ലേ? ഏയ്, ഇനി ഈ കേസ് എടുക്കുന്നില്ല. സ്വന്തം പെങ്ങളുടെ കൂട്ടുകാരികളോട് പോയി പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു മര്യാദക്ക് വേണ്ടേ? ആ മര്യാദ ഉമയ്ക്കും ഇല്ലല്ലോ. ഏട്ടന്റെ കൂട്ടുകാരനാണെന്നുള്ള ബോധവും പരിധിയൊന്നും ഉമയും കാണിക്കാറില്ലല്ലോ. എന്താ നിർത്തിക്കളഞ്ഞത്? ശരി ചമ്പക, ശരി. സിരിപ്പ് ടെലഫോൺ മണി പോലെ കാതിൽ മുഴങ്കട്ടു ചമ്പകോ. ശരി, ഭയപ്പെട വേണ്ട ചമ്പകോ, പക്കത്തില് വാ. നീ ആരെയാ പാക്കുന്നത്? அந்த ലാസറേപ്പനെ, அந்த ആൾ മുട്ടാൾ കഴുത. ഇതൊന്നും മനസ്സിലാക്കാനുള്ള മൂളയില്ല. നീ അപ്പടിയേ വന്ന് ഒരു കിസ് കൂട്. അയ്യോ, ഞങ്ങൾ കൊക്കയിൽ വീണേ, ഞങ്ങൾ കൊക്കയിൽ വീണേ. അയ്യോ, സോറി, സ്വപ്നത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾ കൊക്കയിൽ വീണു. ഞങ്ങളാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ സ്വപ്നത്തിലെ ഞാനും. കണ്ട പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടോണ്ട് കിടക്കാണ്ട് പോയി ചായ തിളപ്പിക്കടാ. അല്ല, പണിയും ചെയ്യില്ല. ആ നമ്പർ 12 ഇത് തന്നെ, ഇത് തന്നെ. അണ്ണാച്ചി, ജോയി ഇവിടെയല്ലേ താമസിക്കുന്നത്? ஜோய் சேட்டன் தூங்கிட்டு இருக்காரு, இன்னும் எந்திரிக்கல. தூங்கிட்டு இருக்காரு. തൂക്കിയിട്ടിരിക്കുന്നോ? തൂങ്ങിയിട്ടിരിക്കാറ്, ഉറങ്ങുവാന്ന്. പുതച്ച് കിടന്ന് നല്ല ഉറക്കവാ. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. അതെന്തിന്? ഒരു സന്തോഷത്തിന്. അവന്റെ ഇളയാപ്പൻ അപ്പുറത്തുണ്ട്. നമുക്ക് അവനെ കട്ടിലോടെ തൂക്കി പുറത്തേക്ക് കൊണ്ടുപോവാം. പുറത്തേക്ക് കൊണ്ടുപോകാനോ? എന്താ കാര്യം? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇളയാപ്പൻ കാണണ്ട. ഈ കട്ടിലെടുത്തോണ്ട് ഇളയപ്പൻ എങ്ങോട്ട് പോയി? ഇളയപ്പാ, ഇളയപ്പാ. டேய், நம்ம லாசர் இளையப்பன் கட்டில படுத்திருந்தாரு, இப்படி வந்தாரா? அவரா? அது அவருக்கு என்ன உடம்பு சரியில்லையா? ஏன் தூக்கிட்டு போறாங்க? தூக்கிட்டு போய்? ஆரு தூக்கிட்டு போய்? 2 பேர் இப்பதான் தூக்கிட்டு போறாங்க. കർത്താവേ, കാശ് കൊടുക്കാനുള്ള ആരോ പിടിച്ചോണ്ട് പോയതാ. എങ്ങോട്ടാടാ പോയത്? இப்படிதான் போனாங்க. അപ്പോ നീ വേഗം പോയി നമ്മുടെ പണിക്കാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. ഞാൻ പോയി നോക്കാം. ചന്തു, നീ ബാഗ് കൊണ്ടുവച്ച് ഇവന്റെ ഇളയാപ്പനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ ഇവനൊരു ഷോക്ക് കൊടുത്തിട്ട് വന്നേക്കാം. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഉറക്കത്തിന്ന് കട്ടിലേപ്പടി തൂക്കി പറമ്പി കൊണ്ടുവന്നിട്ട് എന്തോന്ന് ഷോക്ക് കൊടുക്കാൻ? അതുകൊണ്ട് നമ്മുടെ ഈ വരവ് ഇവനൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിക്കോട്ടെ. നീ ചെല്ല്. ചെല്ലടാ. അപ്പൊ അതായത് എടാ ചന്തു, നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നീ അല്ലേ ആ കട്ടിലിൽ കിടക്കുന്നത്? ഏയ്, അത് ഞാനായിരിക്കാൻ വഴിയില്ല. പിന്നെ ഞാൻ വരുന്നതിന് ഇത്രയും നേരം തൂക്കിക്കൊണ്ട് നടന്ന ആരെയാ? പോടാ.
ജോയി നീ ഇളയപ്പന്റെ കണ്ണുപ്പെടുന്നതിന് മുമ്പ് പോ. ഇളയാപ്പൻ നീ വാ, ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. കാപ്പാത്തുങ്ക, കാപ്പാത്തുങ്ക. എന്നെ കൊല്ലാൻ നോക്കിയവനാ. മതി മതി മതി, നിർത്ത് നിർത്ത്. ഇനി ഇടിച്ചവൻ ചത്തു. ജീവനോടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ളതാ. ഇവന്റെ മുഖം ഒന്ന് കാണട്ടെ. കള്ളപ്പോർക്കെ, എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നതല്ലേ. ദൈവം കണ്ടതാ രണ്ടുപേര് ഇളയപ്പനെ എടുത്തോണ്ട് പോകുന്നത്. ஆமாங்க நான் பார்த்தேன் 2 பேர் சேர்ந்து தான் தூக்கிட்டு போனாங்க. രണ്ടുപേരാ? അതാരാടാ ഈ രണ്ടുപേര്? രണ്ടുപേര് ഞാൻ ഇളയപ്പനെ രക്ഷിക്കാൻ വന്നപ്പോ രണ്ടുപേര് ഓടിക്കളഞ്ഞില്ലേ? അവരെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല, ഇനി ഒരിക്കലും അവരെ ഞാൻ കണ്ടാ തിരിച്ചറിയില്ല. അതെന്താടാ തിരിച്ചറിയാ? അവര് മുഖം മൂടി ഉണ്ടായിരുന്നു അവർക്ക്. முகமூடியா? അതെ, മുഖം മൂടി ഒന്നും കണ്ടാ തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. പൂമുടി കണ്ട തിരിച്ചറിയാൻ പ്രായം വേണോടാ? വേണം, ഞാനിതിപ്പൊ തെളിച്ചുതരാം. ഇവരെ இந்த ഇളയപ്പനെ രണ്ടുപേര് തൂക്കിയിട്ട് പോരുന്നത് ഈ പാത്തല്ല. അപ്പൊ ഇവർ മുഖം മൂടിയിരുന്നതില്ല. ഇതാ ഞാൻ പറഞ്ഞത്, മുഖം മൂടി ഉണ്ടായിരുന്നു എന്ന്. മറട. ഇനിയും മുഖം മൂടികൾ കൂട്ടം കൂട്ടമായി വന്ന് ഇളയപ്പനെ മുഴുവനായി കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇപ്പൊ മുഖം മൂടികളുടെ സീസണാ. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു ദുഷ്ടവാഴിക്കൂ ഞങ്ങൾ. പിന്നെ ഒന്നിരുന്ന് ഓളിയിട്ട് പേടിപ്പിക്കുന്നു. പേടിപ്പിച്ചത് ഇളയപ്പനല്ലേ, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ. ഇങ്ങനെയാണോടാ പ്രാർത്ഥന കൊല്ലുന്നത്? ഇതേട്ടാ കർത്താവ് പോലും പേടിച്ചോടുമല്ലോ. ഇതേതാ ഈ പുതിയ 2 കുരിശുകള്? ഇത് നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാരാ. ഇത് അരവിന്ദൻ, ഇത് ചന്തു. എടാ, അന്യജാതിക്കാരെ ഇവിടെ കൊണ്ടൊന്ന് മുട്ടുകുത്തിക്കുക. ഇതെന്താ ധ്യാന കേന്ദ്രമാണോ? അല്ല, അത് ഇളയപ്പം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ കൂടെ കൂടിയതാ ഒരു കമ്പനിക്ക്. കമ്പനിക്ക്? ഇക്കണക്കിന് ഞാൻ ഭാര്യയായിട്ട് കട്ടിലിൽ കിടക്കുമ്പോ അമ്മ കൂടെ കയറി കിടക്കുമല്ലോ കമ്പനിക്ക്. ഈ ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചിരിച്ച് ചാവും. അണീകടാ ആടാ. നീ എന്താ പറഞ്ഞേ? അവരിവിടെ താമസിക്കുമെന്നോ? എവിടെ? ഇളയപ്പം മറുത്തൊന്നും പറയരുത്. നാട്ടിൽ അവരെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാ. കുറച്ചു ദിവസം അവരിവിടെ താമസിപ്പിച്ചേ പറ്റൂ. പക്ഷെ വെറുതെ താമസിപ്പിക്കണ്ട, വേണമെങ്കിൽ വല്ല ജോലിയും കൊടുത്തേക്കാം. അത് ശരി, താമസിപ്പിച്ചാൽ മാത്രം പോരാ, ജോലിയും കൊടുക്കണം. കഴിഞ്ഞ 6 മാസം പെടാപ്പാടുപെട്ടിട്ടാ എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് ഒത്തു കിട്ടിയത്. ഉള്ള കടം വീട്ടാൻ തന്നെ ഈ പണി പോരാ. ഇതിനിടയ്ക്ക് യവന്മാർക്ക് എവിടുന്ന് ശമ്പളം എടുത്ത് കൊടുക്കും ഞാൻ? അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ശമ്പളം ഇല്ലാത്ത ജോലിയാ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ശമ്പളം ഇല്ലാത്ത ജോലിയാ? അതെ, അപ്രന്റീസ് ട്രെയിനികൾ അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല. ആണോ? എങ്കിൽ ഇവിടെയുള്ള മുഴുവൻ പണിക്കാരെ അപ്രന്റീസ് ആക്കവാടാ ജോയി. അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. ഇപ്പോ ഇവരെ പണിക്ക് നിർത്തണോ വേണ്ടയോ അത് പറ. അങ്ങനെയാണ് അവർ നിന്നോട്ടെ. പിന്നൊരു കാര്യം, ശമ്പളം വേണേ കൊടുക്കാതിരിക്കാം. പിന്നെ ഭക്ഷണം അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണം ഇളയപ്പം കൊടുക്കണ്ട, അവരെടുത്ത് കഴിച്ചോളൂ. എടുത്ത് കഴിച്ചോളൂ. എവിടുന്ന്? എന്റെ ഇളയപ്പ, നാളെ നമ്മൾ മുഴുവൻ പണിക്കാരെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകല്ലേ? അതെ. പിന്നെ അവരുടെ വകയിലെ ഭക്ഷണവും താമസവും ഒക്കെ. അതെ. പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ഇളയപ്പൻ ടെൻഷൻ അടിക്കുന്നത് എന്തിന്? നീ സംസാരിക്ക. ഓക്കെ, ഇളയപ്പ സമ്മതിച്ചു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പെയിന്റ് പണിക്കാരാണ്. അപ്രന്റീസ്. അപ്രന്റീസ് അത്രേ പറ്റൂ. അല്ല, കൂടുതലൊന്നും ചോദിക്കണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ നമ്മൾ ഈ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. യോ, അറിയോട്ട മുട്ടം ഇതാൻ ബ്രേക്കാ. ഉനക്ക് யாரையா டிரைவிங் கட்டி கொடுத்தது? சோம்பேறி. कौन है तुम? क्या भाई? उंगला है। हम पेंटिंग आदमी है। कोटारम पेंटिंग। ओ, पेंटिंग वाला है। अच्छा।
പോക. മെതുവാ ബ്രേക്ക് പോട്. തുടങ്ങിക്കോ. ഇത് കൊട്ടാരമാണ്. ഇവിടെ ഉള്ളവരൊക്കെ തമ്പുരാക്കന്മാരാ. പന്നി. അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായി എന്റെ ചീട്ട് കീറും. അതുകൊണ്ട് ഒച്ചയും ബഹളവും ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് സാധനങ്ങൾ ഒരു ഭാഗത്ത് ഇറക്കി വെക്ക്. ഒച്ച വെക്കരുതേ. ഡ്രൈവർ റേറ്റ് എവിടെ വെച്ച്? നമ്മൾ എന്തിനാ പേടിച്ച് ഓച്ചാനിച്ചക്ക് പണിക്ക് നിൽക്കുന്നത്? നമുക്കങ്ങ് പോയാലോ? ഏയ് നമ്മൾ 2, 3, 4, 5 ദിവസം താമസിക്കാന്ന് വാക്ക് കൊടുത്ത്. അതെ, നമ്മൾ 2, 3, 4, 5 ദിവസം നിൽക്കാന്നൊന്നും വാക്ക് പറഞ്ഞിട്ടില്ല. മാക്സിമം ബൈ 2 days. അത് കഴിഞ്ഞാലേ നമ്മളങ്ങ് പോവും. आ गई। अरे सब निकल दो। क्या 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 गाड़ी हटाओ। आ गई छोटी मैम साहब आ गई। ഹായ്, ഇന്നിവിടെ ഉത്സാഹമാണെന്നാണ് തോന്നുന്നത്. ഉത്സാഹം, ആ, പള്ളിപ്പെരുന്നാൾ പോലെ അമ്പലത്തിലുണ്ടാവുമല്ലോ ഉത്സാഹം. ഉത്സവം. ഇത് ഉത്സവം പള്ളിപ്പെരുന്നാളും ഒന്നും അല്ലടാ. ഡൽഹി പഠിക്കാൻ പോയി ഇവിടുത്തെ തമ്പുരാട്ടി പെങ്കൊച്ച് വരുന്ന. അയ്യേ, ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയ പെങ്കൊച്ച്? ചെറുപ്പത്തിലേ പോയതായിരിക്കും. ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞത്. ചന്തു, നീ പറഞ്ഞ പോലെ നമുക്കിവിടെ 1 മാസം കൂടി നിന്നാലോ? കറക്റ്റ്. ലളിതമായി. പപ്പിക്കുട്ടി, യാത്രയൊക്കെ സുഖമായിരുന്നോ? ഡൽഹിയിൽ നിന്ന് ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഘോഷയാത്രയായിരുന്നു വേണ്ടാത്തത്. വേണ്ടാത്തതോ? ഈ കൊട്ടാരത്തിലേക്ക് ആര് വന്നാലും മുടക്കാത്ത ചടങ്ങായത്. അതെ, ആ ചടങ്ങില്ലാണ്ട് ഇവിടുത്തെ ഏക അവകാശി പപ്പിക്കുട്ടിയെ വരവേൽക്കാൻ സമ്മതിക്കുവോ? കുട്ടിയുടെ മാധവമാമ പറഞ്ഞ പോലെ. മാധവമാമ എന്തിയെ? ഈ ലഹളയും പ്രകടനവും ഒക്കെ ഏർപ്പാടാക്കിയിട്ട് ആളെവിടെ പോയി? അകത്ത് മാനേജർ സുന്ദരേശനുമായിട്ട് തിരക്കിട്ട ആലോചനയില്ല. കല്യാണ നിശ്ചയത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അയ്യേ, എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. രാജാവോ? ഇവൻ ഏതാടാ ഈ കാട്ടു ബ്രാൻഡ്? അയ്യോ, ഇവനെന്റെ പണിക്കാരനാണ് തമ്പുരാനെ. നിന്റെ ഈ പഞ്ചസാധനങ്ങളൊക്കെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമാണോ ഇത്? എടുത്തോണ്ട് പോടാ, ഇല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തെറിപ്പിക്കും. പറഞ്ഞത് കേട്ടില്ലേ? വേഗം എടുത്ത് മാറ്റണ പോത്തുകളെ. ഇപ്പൊ എടുത്ത് മാറ്റാം. ഓഹോ, അപ്രന്റീസിനോട് പ്രത്യേകിച്ച് വേണം, എടുത്ത് മാറ്റണ. നാട്ടിച്ചു, പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. ഇത് പട്ടച്ചാരായല്ല, വാർണിഷാണ്, വാർണിഷ്. എന്ത് വിഷമാണേലും വേഗം തൂത്ത് വൃത്തിയാക്കണ കൊരകന്മാരെ. എടാ സുന്ദരേശ, മാനേജരെ, സുന്ദരേശ, എന്തോ പോയി, ഇവിടുത്തെ പണി പോയി.
ഈ മാക്കാനെ പിടിച്ച കരിവീപ്പേലിട്ട് പെരട്ടിയെടുക്കണ. എന്താണോ എല്ലാരും നോക്കി നിൽക്കുന്നത്? തമ്പുരാൻ പറഞ്ഞ് അടുത്തിരിക്കില്ലേ? എവനെ പൊക്കിക്കോ. മിണ്ടരുത്. എനിക്ക് എന്റെ കോൺട്രാക്ട് ആണെന്നാ വലുത്. എന്തൊരു ഭംഗി! ആ ചിരിക്കാരുടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ലടാ അങ്ങോട്ട്. ചെല്ലടാ. നിങ്ങൾക്ക് പറ്റി പണി ഞാൻ തരാം. ആ കാണുന്ന ബാഗും പെട്ടിയെല്ലാം ചുമന്ന് അകത്തോട് വെക്കി. എവിടെ ഇറക്കി വെക്കേണ്ടത്? ഇവിടെ എവിടെയെങ്കിലും വെക്കേ. ഹലോ, ഇവിടെ ആരും ഇല്ലേ ഒന്ന് ഇറക്കി വെക്കാൻ? പൊട്ടുന്ന സാധനമായിരുന്നോ? അയ്യോ, എന്താ എന്താ എന്താ? എവിടെ നിന്ന് കിട്ടിയാ നിനക്ക് ഈ പണിക്കാരനെ? പെട്ടി ഇറക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്താ. സ്റ്റാൻഡിന് പ്രതീക്ഷിച്ച ബലയില്ലായിരുന്നേ. സുന്ദരേശ, എടാ സുന്ദരേശ, എന്താ? എന്താണ് പോത്തെ ഇത്? എന്റെ കാലിന് വരെ സ്റ്റഡി ആയില്ലേ? എന്താണെന്നറിയില്ല, ഓടി വരുമ്പോ കാല് സ്ലിപ്പാവുന്നു. ഡോക്ടറെ ഒന്ന് കാണിക്കണം. ഡോക്ടറെ കാണിക്കേണ്ടതിന്റെ കാലല്ല, കണ്ണ. കണ്ണും മുക്കുമില്ലാതെ വന്ന് എണ്ണപ്പുറത്തെ കോടിക്കയറ പിന്നെ കാൽ സ്ലിപ്പാവൂലേ? എന്നെ ശരിയാണ്. ഇവിടെ ആരാ എണ്ണ വെച്ചത്? എന്താടാ പ്രശ്നം? എണ്ണ, ഓയിൽ ഓയിൽ. തമ്പുരാൻ എന്നെ വിളിച്ചോ? ഇങ്ങനത്തെ അഹങ്കാരികളെ കൊണ്ടാണോ നീ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്? പെട്ടി നോക്കാൻ പറഞ്ഞ വൈരാഗ്യത്തിന് ഇവനൊന്ന് നേരെ കൊണ്ടുവന്ന് സ്റ്റാൻഡിലെറിഞ്ഞ് സ്റ്റാൻഡ് ഒടിച്ചു. അയ്യോ, വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, ഭാരം താങ്ങാൻ പറ്റാത്തോണ്ടാ. മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു. മിണ്ടരുത്. എന്ത് പറഞ്ഞാലും മിണ്ടാതെ എന്ന് കേട്ടോണം. തമ്പുരാൻ ഇവൻ എന്ത് വേണേലും ചെയ്തോളാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവനെ ഒന്നും ചെയ്യണ്ട, എനിക്കിതിന്റെയൊക്കെ വില കിട്ടിയാ മതി. അത് നീ തന്നെ തരണം. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. അതെ, സോറി. ഇവിടെ തന്നെ ഇറക്കി വെച്ചേക്ക്. മുറിയിലേക്ക് കയറണ്ട. തനിക്ക് എന്താ വേണ്ടത്? അല്ല, അത് പിന്നെ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതാ. പറയണെന്തിന്? എനിക്ക് കാണാലോ. ഓ, അയ്യോ, സോറി. അയ്യേ, എന്താ ഇത്? എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടുത്തെ പണിക്കാരനോ അല്ല. ഓഹോ, ആ. എങ്കിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ എടുത്തന്നെ കൊണ്ടുവച്ചേക്ക്. ഞാൻ പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചോളാം. അയ്യോ, വേണ്ട മേഡം, അത് നീ തന്നേക്ക്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഓ, നമസ്കാരം. എന്താ അവളുടെ ഒരു ജാട!
മരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് ഇതെപ്പ വിചാരിച്ചോളൂ. ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല തമ്പുരാട്ടി. ദൈവമേ, കാറ്റുപോയോ? എടാ വിടാവനെ. എടാ പന്നി മിണ്ടിപ്പോയത്. നീ ഒരു രക്ഷകനോ? കൊന്നളെ ഞാൻ. എന്നാ കൊല്ല്. നോക്കി നിൽക്കാവുന്ന പിടികളവന്മാരെ കൊണ്ടുപോണേ ഉമ്മാരെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വിട്, അവരെങ്ങോട്ട് വിടാൻ. അയാൾ എന്നെ ഒന്നും ചെയ്തതല്ല, എനിക്ക് ഷോക്ക് അടിച്ചതാണ്. ആ സ്വിച്ചിൽ നിന്ന് എനിക്ക് ഷോക്ക് അടിച്ചു. അയാൾ എന്നെ വന്ന് രക്ഷിച്ചത്. ഷോക്ക് അടിച്ചെന്നോ? അതിന് ഈ കൊട്ടാരത്തിലൂടെ ഷോക്ക് ഇരിക്കുന്നു, അത് ഈ സ്വിച്ചിന്ന്. ചത്തോ? ഷോക്ക് അടിച്ച് ഇതുപോലെ നിന്ന് കരിഞ്ഞ് ചാകാൻ തുടങ്ങിയപ്പോ രക്ഷിച്ചതാ. ശ്വാസം നിലച്ചോന്ന് തോന്നിയപ്പോ കൃത്യമായിട്ട് ശ്വാസവും കൊടുത്തു. അതിനാണ് നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾ ഇങ്ങനെ തല്ലിച്ചതച്ചത്. മതിയടാ, ഇവിടുത്തെ ജോലിയും താമസമൊക്കെ മതി, നമുക്ക് പോവാം. വാ വാടാ. ഇനിയും ഷോക്ക് അടിക്കുമല്ലോ, അപ്പൊ കൃത്രിമ ശ്വാസോച്ഛ്വാസം തരാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. ഇളയപ്പന് ബോധം വരികയാണെങ്കിൽ ഞങ്ങൾ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞേക്ക്. ജീവൻ കളയാനല്ല, കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഒരച്ചൊരച്ച് അവന്റെ തോല് പൊളിക്ക്. ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ, പോകുകയല്ല. എന്റെ തൊലി മാത്രമല്ലേ കറുത്തിട്ടുള്ളൂ, ഇളയപ്പന്റെ ഉള്ളു മുഴുവൻ കറുപ്പല്ലേ? അതേടാ, എന്റെ ഉള്ളു മുഴുവൻ കറുത്തതാ. അതും എന്റെ കുടുംബം വെളുപ്പിക്കാനല്ലേ നീ 2 അപ്രന്റീസുകളെ എന്റെ തലയെ കെട്ടിവെച്ചത്. എവിടെ അവന്മാര്? ഇവിടെ ഉണ്ടായിരുന്നോ? ദേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പോവാ. അവര് മാത്രമല്ല ഞാനും. ആദ്യം എന്റെ ഒറിജിനൽ കളറൊന്ന് കിട്ടിക്കോ. അപ്പൊ നിനക്ക് പോകാൻ ഉദ്ദേശമില്ല. എടാ, 3 മാരണങ്ങളെ ഉടനെ തന്നെ പറഞ്ഞു വിട്ടേക്കാൻ തമ്പുരാനെ. അവന്റെ ദേഹത്തെ വർക്കൊന്ന് കഴിഞ്ഞോട്ടെ. അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല എന്ന് പറഞ്ഞു പത്മിനിക്കുട്ടി. ഇനിയെങ്കിലും ഒന്ന് സ്റ്റഡി ആകണ പോത്തെ, മനുഷ്യരെ ഇടിച്ച് തായിടാതെ. ഇവൻ പപ്പിക്കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് നിനക്കൊക്കെ രക്ഷയായി. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും വന്ന വഴി ഞാൻ പറപ്പിച്ചേനെ. ഓ കൈ കെട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ ഇടിച്ച് താഴിടാൻ.